നടിമാർ അവിടെ ഇരിക്കുമ്പോൾ ബാക്കിൽ നടന്മാരാണെങ്കിൽ ബാക്കിൽ നിന്ന് വെയിറ്റ് ചെയ്യുകയാണ്. അവർ വേറെ ഒരാളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ മീഡിയ ഇതെടുത്ത് കാണിക്കുന്നത് ഞാൻ അവർ വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ട്, ഡ്രഗ്സ് ഉണ്ട്, പെണ്ണ് വിഷയമുണ്ട്. വയലാർ രാമവർമ്മ അയാൾക്ക് പാട്ട് ലിറിക്സ് ആയിരുന്നെങ്കിൽ അയാൾ കള്ളുപിടിക്കണം. അയാൾക്ക് തകഴിക്ക് ഒരു കഥ ആയിരുന്നെങ്കിൽ അയാൾക്ക് കുടിച്ചാൽ ഇമാജിനേഷൻ വർക്ക് ചെയ്യും. മോഹൻലാൽ ദൈവമൊന്നല്ല. ഈ പറയുന്ന മോഹൻലാൽ മമ്മൂട്ടി ഒന്നും ദൈവമല്ല. അവർക്ക് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഞാൻ ഇവരെ കുറിച്ചെല്ലാം പോസിറ്റീവ് നെഗറ്റീവ് രണ്ടും പറഞ്ഞിട്ടുണ്ട്. ശാന്ത തോമസാണ് കുറച്ച് ജെന്യൂനായിട്ട് പറഞ്ഞത്. ബാക്കി എല്ലാവർക്കും അവരുടേതായ കുറേ ബയസിങ്ങളുണ്ട്. മറ്റേ ഈ താങ്കൾ ഈ സിനിമ താരങ്ങളും നടികളും സിനിമ കാണാൻ വരുമ്പോൾ താങ്കൾ അവരെ അടുത്ത് ചെന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ അവർ താങ്കൾ മൈൻഡ് ചെയ്യില്ല. അങ്ങനെയല്ല, അത് മാനിപ്പുലേറ്റ് ചെയ്യാണ്. ഞാൻ പറയട്ടെ പല നടിമാരെല്ലാം വരുമ്പോൾ ഞാൻ നടന്മാർക്ക് കൊടുക്കുന്ന കൈ കൊടുത്തുകൊണ്ട് വൈറലാവണില്ല. അല്ല, നടിമാർ അവിടെ ഇരിക്കുമ്പോൾ ബാക്കിൽ നടന്മാരാണെങ്കിൽ ബാക്കിൽ നിന്ന് വെയിറ്റ് ചെയ്യുകയാണ്. അവർ വേറെ ഒരാളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ മീഡിയ ഇതെടുത്ത് കാണിക്കുന്നത് ഞാൻ അവർ വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെക്കുറിച്ച് അനാർക്കലി മറക്കാറ് എത്ര പേര് നല്ല പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവർ ജസ്റ്റ് പരിചയപ്പെടുന്നു, അത്രയേ ഉള്ളൂ. അതിനവിടെ വെയിറ്റ് ചെയ്യണം. അവർ വേറെ ആളായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഒരു മാനർ നമ്മൾ കാണിക്കണം. ഒരു ബേസിക് മാനേഴ്സ് അറിയാം. അത് ഇവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. ഈ പരിചയപ്പെടാൻ പോകുമ്പോൾ അവരെ മുഖഭാവം കാണുമ്പോൾ ശരി എന്ന് പറയുമ്പോൾ വേറെ സംസാരിക്കുന്നവരൊന്നുമില്ല. ഞാനിപ്പോൾ കൈ കൊടുക്കുന്നത് ജസ്റ്റ് ഒരു കൈ കൊടുക്കുന്നു, ഫിലിമിൻ്റെ അഭിപ്രായം പറയും. നമുക്കത് ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ വളരെ നിഷ്കളങ്കമായിട്ടല്ലേ ഇതിൽ പറയുന്ന എല്ലാ എന്താണ് മനോരമ എന്ത് കിട്ടുന്നു, എല്ലാ ആശയിക്കാനും നിഷ്കളങ്കമല്ല. എൻ്റെ നിഷ്കളങ്കം തന്നെയാണ്. ഇതിൻ്റെ അപ്പുറത്ത് എന്തൊക്കെ കാര്യം ഹേമ കമ്മിറ്റി എവിടെ പോയി ഹേമ കമ്മിറ്റി നിങ്ങൾ ഹേമ കമ്മിറ്റി ചർച്ച ചെയ്യും. അതെവിടെ പോയി ഹേമ കമ്മിറ്റി ചർച്ച ചെയ്യുന്നത് പറഞ്ഞു. ഹേമന്റെ ഒന്നും ഇതൊരു തെളിവ് ആരും കൊടുത്തിട്ടില്ല. ഈ പറയുന്ന നടിമാർ ആരും തെളിവ് കൊടുത്തിട്ടില്ല. ഒന്നോ രണ്ടോ പേര് തെളിവ്. ഇവരെല്ലാം കാസ്റ്റിംഗ് കൗച്ച് ഇട്ടുണ്ട്. പാർവതി രൂപത്ത് പറയുന്നത് ആരാണ് ഇവരെ കാസ്റ്റിംഗ് കൗച്ച് അപ്രോച്ച് ഇവർ പറയാത്ത എന്തുകൊണ്ടാണ്? ഇവിടെ കുറച്ചെങ്കിലും ഹേമ കമ്മിറ്റി അതിനകത്ത് കാര്യം സിൻസിയറായിട്ട് പറഞ്ഞത് ശാന്ത തോമസാണ് കുറച്ച് ജെന്യൂനായിട്ട് പറഞ്ഞത്. ബാക്കി എല്ലാവർക്കും അവരുടേതായ കുറേ ബയസിങ്ങളുണ്ട്. ഇവിടെ മൈ സ്റ്റോറി സിനിമ പൃഥ്വിരാജും മറ്റേ പാർവതിയും മര്യാദയ്ക്ക് പ്രൊമോട്ട് ചെയ്തില്ല. ഇവിടെ കുറച്ചെങ്കിലും സത്യസത്യമായിട്ട് പറയുന്നത് ശാന്ത തോമസ് മാത്രമേ ഉള്ളൂ. ഈ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ഈ കുട്ടികളുടെ ഇടയിൽ ലഹരിയുടെ ഒരു അതോലോകം വർക്കും. ഈ മലയാള സിനിമയ്ക്കകത്ത് ലഹരിയില്ലേ? മലയാള സിനിമയില ലഹരിയില്ലേ? ഞാൻ മലയാള സിനിമയിൽ കള്ളുണ്ട്, ഡ്രഗ്സ് ഉണ്ട്, പെണ്ണ് വിഷയമുണ്ട്. ഇത് മൂന്നും പല കലാകാരന്മാർക്കും സ്റ്റിമുലേഷനാണ്. ക്രിയേറ്റിവിറ്റിക്ക് കലാകാരന്മാരുടെ വീക്ക്നെസ് അല്ലെങ്കിൽ അവരുടെ സ്റ്റിമുലേഷനാണ് ഈ ഡ്രഗ്സ് എന്ന് പറഞ്ഞ സംഭവം, കള്ളെന്ന് പറഞ്ഞ സംഭവം, പെണ്ണെന്ന് പറഞ്ഞ സംഭവം. പിന്നെ ചതിയിൽ സംഭവം വരാൻ കാരണം ബിസിനസ് ആയതുകൊണ്ടാണ്. ഇതുകൊണ്ടാണ് സിനിമ ഫീൽഡിൽ ഈ 4 കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ വയലാർ രാമവർമ്മ അയാൾക്ക് പാട്ട് ലിറിക്സ് ആയിരുന്നെങ്കിൽ അയാൾ കള്ളുപിടിക്കണം. അയാൾക്ക് തകഴിക്ക് ഒരു കഥ ആയിരുന്നെങ്കിൽ അയാൾക്ക് കുടിച്ചാൽ ഇമാജിനേഷൻ വർക്ക് ചെയ്യും. ഷെർലക് ഹോംസ് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടാണ് നോവൽ എഴുതുന്നത്. ആ ഒരു ഇമാജിനേറ്റ് ആ മൈൻഡ് പോകുമ്പോൾ ഇതൊരു സ്റ്റിമുലേഷനാണ്. മോഹൻലാലിന്റെ കടുത്ത ആരാധന താങ്കൾ. മോഹൻലാലിന്റെ പല സിനിമയും നല്ല റിവ്യൂ പറയുന്നുണ്ട്. ആ താങ്കൾ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ മോഹൻലാലിനെതിരായിട്ട് റിവ്യൂ ഇട്ടു ഫേസ്ബുക്കിൽ. അല്ല, ഞാൻ മോഹൻലാലിന് നരസിംഹന് മുമ്പ് നരസിംഹൻ ശേഷം ഫാൻസ് ഉണ്ടായി. ഞാൻ നരസിംഹന് മുമ്പുള്ള ഫാനാണ്. മോഹൻലാൽ ദൈവമൊന്നല്ല. ഈ പറയുന്ന മോഹൻലാൽ മമ്മൂട്ടി ഒന്നും ദൈവമല്ല. അവർക്ക് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഞാൻ ഇവരെ കുറിച്ചെല്ലാം പോസിറ്റീവ് നെഗറ്റീവ് രണ്ടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ മോഹൻലാലിനെ കുറിച്ച് എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാൽ ഞാൻ പറയും ലോകം കണ്ട ഏറ്റവും മികച്ച നടനാണ് മോഹൻലാൽ. ഞാൻ എല്ലാവരും കുറച്ച് പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. ഇവർ ദൈവങ്ങളല്ല. മോഹൻലാൽ പല ആൾക്കാരെ കുറിച്ച് പറഞ്ഞു. മോഹൻലാലിനെ കുറിച്ച് ഒരുപാട് ഗോസിപ്സ് ഉണ്ട്. ഒന്നും തെളിവില്ലാതെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത് വീണ്ടും താങ്കൾ എന്തും തെളിവുണ്ട് ഈ പറയുന്നത് മോഹൻലാലിനെ മമ്മൂട്ടിക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇതെല്ലാം എത്രയോ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. എത്രയോ ഇൻ്റർവ്യൂവിൽ മോഹൻലാൽ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. ജോണി ലൂക്കോസ് പറഞ്ഞല്ലേ, വേറെ ഇൻ്റർവ്യൂ തുറന്ന് പറഞ്ഞിട്ടില്ലേ? ഇല്ലെങ്കിൽ എന്താ ഒളിക്കാണ്? പരസ്യമായ രഹസ്യങ്ങളാണ് ഇതെല്ലാം.